ഹലോ സ്റ്റുഡൻസ്, കുറേ ദിവസം കൂടിയിട്ടാണ് ഇന്നൊരു ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിവതും പ്രസൻറ്റേഷനും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും ഇംഗ്ലീഷിലായതുകൊണ്ട് കുറേ സ്റ്റുഡൻസിന് മലയാളമാണ് മനസ്സിലാവുന്നതും കൊണ്ട് കൂടുതലും മലയാളത്തിൽ എടുക്കുന്നത്. എന്തെങ്കിലും ഡിസ്കംഫേർട്സ് ഉണ്ടെങ്കിൽ പറയുക. അപ്പം നമ്മളിതുവരെ പഠിച്ചത് അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മളിതുവരെ പഠിച്ചത് ന്യൂട്രീഷനെ കുറിച്ചാണ്. ന്യൂട്രീഷനകത്ത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് വരെയാണ്, മിനറൽസും നമ്മളെടുത്ത്, ലിപ്പിഡ്സ് എടുത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തു കഴിഞ്ഞത്. അതിൽ വിറ്റമിൻസിൻ്റെ ഫാറ്റ് സോലുബിൾ വിറ്റമിൻസ് വരെയാണ് എടുത്തു കഴിഞ്ഞത്. നെക്സ്റ്റ് പോർഷൻ വിറ്റമിൻസിൽ തന്നെ വാട്ടർ സോലുബിൾ വിറ്റമിൻസ് ആണ് അടുത്തത് നമുക്ക് എടുക്കാനുള്ളത്. വാട്ടർ സോലുബിൾ വിറ്റമിൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. വെള്ളത്തിൽ അല്ലെങ്കിൽ എന്താണ് ലയിക്കുന്നത്, അതായത് നമ്മുടെ മെറ്റബോളിസം ആൻഡ് അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ത്രൂ വാട്ടർ മീഡിയമാണ്. നമ്മൾ ഫാറ്റ് സോലുബിൾ വിറ്റമിൻസ് ഒഴിച്ചപ്പോൾ എല്ലാം അതിൻ്റെ അകത്ത് ഫാറ്റാണ് ഒരു മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതെല്ലാം തന്നെ കൂടുതൽ ലിവറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എക്സസ് ഉള്ളത് സ്റ്റോർ ചെയ്യാറുണ്ട്, ഡിസ്കാർഡ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകാറില്ല. അതുകൊണ്ടിട്ട് തന്നെ ഹൈപ്പർ വിറ്റമിനോസിസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണെന്നെല്ലാം പറഞ്ഞു. ഇതെന്ന് പറയുന്നത് വാട്ടറിലാണ് സോലുബിൾ ആവുന്നത്. വാട്ടറിൽ കൂടിയാണ് നമ്മുടെ ബോഡിയിൽ അബ്സോർപ്ഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബി കോംപ്ലക്സ് വിറ്റമിൻസും, ബി കോംപ്ലക്സ് അല്ല, വാട്ടർ സോലുബിൾ വിറ്റമിൻസ് ഒന്നും തന്നെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാറില്ല. അതെല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ എക്സസ് വന്നു കഴിഞ്ഞാൽ ത്രൂ സ്വെറ്റോ ത്രൂ യൂറിനോ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാറുണ്ട്. അതാണ് വാട്ടർ സോലുബിൾ വിറ്റമിൻസിനെ മെയിനായിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാറ്റ് സോലുബിൾ വിറ്റമിൻസിൽ നിന്നും. വാട്ടർ സോലുബിൾ വിറ്റമിൻസിനെ കുറിച്ച് ജനറലായിട്ട് പറഞ്ഞാൽ വാട്ടർ സോൾവ് ചെയ്യുന്നു. Water soluble vitamins are carried to the body's tissues but are not stored in the body. They are found in plant and animal foods or dietary supplements and must be taken in daily. Vitamin C and members of the B complex vitamins are the water soluble vitamins. Vitamin P or bioflavonoids included under B group as B4 and carnitine are also water soluble vitamins. These are the vitamin like substances. These are not exactly vitamins. They are not considered exactly as a vitamin, but vitamin P is the flavor container. Bioflavonoids and flavonoids are the vitamin P. Then choline, this B4, this considered as a B4 choline, but it is not officially declared as, but it is considered as B4. And carnitine, this is also, all these are soluble in water, but these all are vitamin like substances, not exactly a vitamin. So the vitamin P, the bioflavonoids or flavonoids, these are the diverse group of phytonutrients. This is phyto means just it's like nutrient, but it is not exactly works as a nutrient. That is phytonutrient, and these are found in most of the fruits and vegetables, especially in the colorful fruits and vegetables, along with the carotenoids, because these are the flavor part and the coloring part of the fruits and vegetables. So they are the main source of vivid colors. അതായത് ഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്നത്, ബയോഫ്ലേവനോയിഡ്സും ഫ്ലേവനോയിഡ്സും എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, പ്ലാന്റ്സിൽ കാണപ്പെടുന്ന കെമിക്കൽസ് ആണ്. ഇത് ഫൈറ്റോന്യൂട്രിയൻസ് വെച്ചാൽ ഒറിജിനൽ ന്യൂട്രിയൻസ് അല്ല, ദേ ലുക്ക് ലൈക്സ് എ ന്യൂട്രിയൻ, സോ ദേ ആർ നോൺ ആസ് ദ ഫൈറ്റോന്യൂട്രിയൻ. അത് ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരോട്ടിനോയിഡ് ഓയിലിൽ തന്നെ. കരോട്ടിനോയിഡ് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെറ്റിനോയിഡും കരോട്ടിനോയിഡും വിറ്റമിൻ സിയുടെ 2 ഫോംസാണ്. വിറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോയിഡാണ്, അത് കരോട്ടിനോയിഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. വിറ്റമിൻ എ, അതാണ് അതിൻ്റെ യെല്ലോ ആൻഡ് ഓറഞ്ച് ഫ്രൂട്ട്സിൻ്റെ അകത്ത് കളർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസും ഡെഫിഷ്യൻസിയും എല്ലാം നമ്മൾ പഠിച്ചാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്സ്റ്റൻസാണ് ഫ്ലേവനോയിഡ്സും ബയോഫ്ലേവനോയിഡ്സും. അത് പ്രോപ്പറായിട്ടുള്ളൊരു വിറ്റമിൻ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഫങ്ഷൻ വിറ്റമിൻസിനെ പോലെ ഇല്ല എങ്കിലും, ബട്ട് ദേ ആർ വിറ്റമിൻ ലൈക്ക് സബ്സ്റ്റൻസസ്, സോ ദേ ആർ നോൺ ആസ് എ ഫൈറ്റോന്യൂട്രിയൻസ്. സോ ഇതിൻ്റെ അകത്ത് ഏകദേശം 6000-ത്തിലധികം ടൈപ്സ് ഓഫ് ഫ്ലേവനോയിഡ്സും ബയോഫ്ലേവനോയിഡ്സും കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫ്ലേവനോയിഡ്സ് ആണ് ആപ്പിള്, അതുപോലെ തന്നെ സ്ട്രോബെറി, ക്യാപ്സിക്കം, സിട്രസ് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ മുന്തിരിങ്ങ, അത് വയലറ്റ് കളറിലുള്ള ഫ്രൂട്ട്സ് എല്ലാം തന്നെ, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലേവനോയിഡ്സ് ആണ്. ഇതിൽ 6000+
ഫ്ലേവനോയിഡ്സ് ഉണ്ട്. ഇതിൽ കുറച്ചെണ്ണം മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഫ്ലേവനോൾ ഇപ്പം മൈനർ ഗ്രീൻ കളറൊക്കെ കൊടുക്കുന്നത് ഫ്ലേവനോൾസ്, വയലറ്റ് കളർ കൊടുക്കുന്ന ആന്തോസയാനിൻസ്, ഫ്ലേവനൈന് ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലേവനോയിഡ്സ് ആണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അത് നിങ്ങൾക്ക് ഒരു കുഞ്ഞു കോളത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വിറ്റമിൻ പി എന്ന് പറയുന്നത് ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിൻ്റെ ആ ഒരെണ്ണത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇതിൻ്റെ വിറ്റമിൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു നീല കളറുള്ള ഒരു ബ്ലൂ ബോക്സിൻ്റെ അകത്താണ് കൊടുത്തിട്ടുള്ള വിറ്റമിൻ പി എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പേജ് നമ്പർ 28. അതുകൊണ്ടിട്ടാണ് അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് വായിച്ചറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ തൊട്ടുള്ളതാണ് വിറ്റമിൻ ബി കോംപ്ലക്സ് തൊട്ടാണ് വാട്ടർ സോൾബിൾ വിറ്റമിൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ബി കോംപ്ലക്സ് വിറ്റമിൻ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു വിറ്റമിൻ സിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് സാധാരണഗതിയിൽ വിറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ബി കോംപ്ലക്സ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വിറ്റമിൻസ് ആണ്. അറൗണ്ട് 8 വിറ്റമിൻസ് ഉണ്ടത്. അത് ചേർന്നാണ് ബി കോംപ്ലക്സ് വിറ്റമിൻസ് എന്ന് പറയുന്നത്. കൂടാതെ വിറ്റമിൻ സിയുമാണ് ബി കോംപ്ലക്സ് വിറ്റമിൻസിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വിറ്റമിൻ B1 ഓർ തൈമിൻ എന്ന് പറയുന്നത്. തൈമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ മിക്കവാറും ഇനി പറയുന്ന എല്ലാ ബി കോംപ്ലക്സ് വിറ്റമിൻസും ഹോൾ ഗ്രെയിൻസിൻ്റെ സർഫസിലാണ് കൂടുതലും കാണപ്പെടുന്നത്. പിന്നെ ഈസ്റ്റ് ഒരുവിധം നല്ല സോഴ്സാണ് ബി കോംപ്ലക്സ് വിറ്റമിൻസിൻ്റെ. അതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സോഴ്സാണ്. മിക്കവാറും എല്ലാ ബി കോംപ്ലക്സ് വിറ്റമിൻസിനും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന സോഴ്സാണ്. ഇതെല്ലാം തന്നെ, അതായത് എല്ലാ കോമൺ ആയിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ ബി കോംപ്ലക്സ് വിറ്റമിൻസിനും കോമൺ ആയിട്ടുള്ളതാണ്. ഇതെല്ലാം തന്നെ ഡയറ്റിൽ കൂടെ പ്രൊവൈഡ് ചെയ്യണം. മിക്കതും നമ്മുടെ ശരീരത്തിൽ സിന്തസൈസ് ചെയ്യപ്പെടാറില്ല. അതുകൊണ്ടിട്ട് അത് ഡയറ്റിൽ കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ മെഡിസിൻസിൽ കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മിക്കവാറും നമ്മൾ ബി കോംപ്ലക്സ് ഫോർട്ടിഫൈഡ് ആക്കാറുണ്ട്. അതുപോലെ തന്നെ ബി കോംപ്ലക്സ് ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കാറുണ്ട്. അതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മളുടെ ബി കോംപ്ലക്സിൻ്റെ സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹോൾ ഗ്രെയിൻസ് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ട് എമൗണ്ടിൽ ആവശ്യമായിട്ടുള്ളതുള്ളൂ ബി കോംപ്ലക്സ് വിറ്റമിൻസ്. അത് നമുക്ക് സാധാരണഗതിയിൽ അവൈലബിൾ ആകാറുണ്ട്. അതുകൊണ്ടിട്ടൊരു ലാർജർ ഗ്രേഡിൽ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല. ദിസ് ഈസ് ജനറൽ അബൌട്ട് വാട്ടർ സോലബിൾ ബി കോംപ്ലക്സ് വിറ്റമിൻസ്. സോ ഇതൊരു ഇതിൻ്റെ തൈമിൻ്റെ ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഓൾറെഡി ഒരു സോൾട്ടി നട്ട് ലൈക്ക് ടേസ്റ്റ് ആണ്. എല്ലാം വാട്ടർ സോലബിൾ ആണ്. 120 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആസിഡ് മീഡിയത്തിൽ ഇത് സ്റ്റേബിളാണ്. ആൽക്കലൈൻ ആൻഡ് ന്യൂട്രൽ മീഡിയത്തിൽ ഇത് വേഗം ഡിസ്ട്രോയ് ചെയ്യാറുണ്ട്. തൈമിൻ്റെ ഫങ്ഷൻസ് എല്ലാത്തിൻ്റെ, അതായത് ബി കോംപ്ലക്സ് വിറ്റമിൻസിൻ്റെ മൊത്തം ആയിട്ടുള്ള ഒരു മേജർ ഫങ്ഷനാണ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇനി മുന്നോട്ട് പഠിക്കുമ്പോൾ ഡയറ്റിൻ്റെ അകത്താണെങ്കിലും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബി കോംപ്ലക്സിൻ്റെ അളവും നമ്മൾ സാധാരണഗതിയിൽ RDA കൂടാറുണ്ട്. ഓക്കെ, ഇത് തൈമിൻ ഫസ്റ്റ് ഫങ്ഷൻ ഇസ് ദ ഹെൽപ്സ് ഇൻ ദ കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ മെറ്റബോളിസം. അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻ എനിക്ക് ഇറ്റ്സ് നോട്ട് നീഡ് ടു സ്റ്റഡി. തൈമിൻ കമ്പൈൻസ് വിത്ത് ATP, ADP നമ്മൾ ഗ്ലൈക്കോളിസിസ് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് തൈമിൻ ഡൈഫോസ്ഫേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓരോ ബി കോംപ്ലക്സ് വിറ്റമിൻസും കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൻ്റെ ഒരു പ്രിക്കോഴ്സറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. Then movements in the gastrointestinal tract take place smoothly only in the presence of day-to-day supply of thiamine. നമ്മുടെ ഗ്യാസ്ട്രോ ട്രാക്ട്സ്, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിന് തൈമിൻ അത്യാവശ്യമാണ്. കണ്ടക്ഷൻ ഓഫ് നെർവ് സിഗ്നൽസ് ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ദ നെർവ്സിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൈമിൻ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ടിട്ട് ഒരു മൊറൈൽ വിറ്റമിൻ എന്നറിയപ്പെടുന്നു. ഇറ്റ് പ്രൊമോട്ട്സ് നോട്ട് ഓൺലി ഹെൽത്ത് ഓഫ് ദ നെർവസ് സിസ്റ്റം ബട്ട് ദ ഹെൽത്ത് ഓഫ് സ്കിൻ, ഹെയർ, ഐസ്, മൗത്ത് ആൻഡ് ലിവർ. നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെ എല്ലാം നെർവ്സിൻ്റെ എല്ലാം ഹെൽത്തി മെയിൻ്റനൻസിന് തൈമിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഹെയർട്ട് ഫങ്ഷൻ, അതായത് നോർമലായിട്ടുള്ള ഹെയർട്ട് ഫങ്ഷൻ തൈമിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തൈമിൻ്റെ റിച്ച് സോഴ്സസ് റൈസ് പോളിഷിങ്, ഡ്രൈഡ് ഈസ്റ്റ്, വീറ്റ്. ഗുഡ് സോഴ്സസ് ഹോൾ ഗ്രെയിൻസ്, ലെഗ്യൂംസ്, പീസ് ആൻഡ് ഓയിൽസീസ്. മില്ലിങ്ങിൽ തൈമിൻ ലോസ്റ്റ് ആണ്. സോ ഹോൾ ഗ്രെയിൻസിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എല്ലാ ബി കോംപ്ലക്സ് വിറ്റമിൻസും ഹോൾ ഗ്രെയിൻസിലാണ് റിച്ച് ആയിട്ടുള്ളത്. അതിനകത്ത് തൈമിൻ ഡെഫിഷ്യൻസിയാണ് മെയിനായിട്ടുള്ള തൈമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ
പഠിച്ച നേഴ്സിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്ന തൈമെന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റഗ്രേഷനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. വേൾഡ് വൈഡ് ഇറ്റ് ഇസ് മോസ്റ്റ് വൈഡ്ലി റിപ്പോർട്ടഡ് ഇൻ പോപ്പുലേഷൻസ് വെയർ പോളിഷ് റൈസ് ആൻഡ് ന്യൂട്രി സീരിയൽസ് ആർ പ്രൈമറി ഫുഡ്സ്. അതാണ് പറഞ്ഞത്. സോഴ്സസിൻ്റെ അകത്ത് പറഞ്ഞത് ഹോൾ ഗ്രെയിൻസ് ആണ് മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹോൾ ഗ്രെയിൻസ് കൺസ്യൂം ചെയ്യാത്തവരിലാണ് സാധാരണഗതി തൈമിൻ ഡെഫിഷ്യൻസി കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതൊരു വാട്ടർ സോളുബിൾ വിറ്റമിൻസ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ബോഡിയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും അബ്സോർബ് ചെയ്തപ്പെട്ടില്ല എങ്കിലും, അത് പ്രോപ്പറായിട്ട് മെറ്റബോളിസ് ചെയ്തപ്പെട്ടില്ല എങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാവാം. അതിൽ ഏറ്റവും ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് ബെറിബറി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവാം. അതിൽ 2 ടൈപ്പാണുള്ളത്. അഡൾട്ട് സ്കർവിയുമുണ്ട്, അഡൾട്ട് ബെർബറിയുമുണ്ട്, ഇൻഫൻറ്റൈൽ ബെർബറിയുമുണ്ട്. അതിൽ അഡൾട്ട് ബെർബറിയെ തന്നെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, വെറ്റ് ബെർബറി ആൻഡ് ഡ്രൈ ബെർബറി. സെക്കൻഡ് വൺ ഈസ് ഇൻഫൻറ്റൈൽ ബെർബറി. വെറ്റ് ബെർബറിയാണ്. വെറ്റ് ബെർബറിക്കോട്ടുള്ള മെയിൻ സിംറ്റമാണ് അത് ആരോട്ട് കാണിച്ചിരിക്കുന്നത്. എഡിമയാണ് അതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു അക്യുമുലേഷൻ ഓഫ് വാട്ടർ ഇൻ ദ ജോയിൻസിൽ ജോയിൻസിലും ടിഷ്യൂസിലും ഒക്കെ അബണ്ടൻ്റ് ആയിട്ട് ഫ്ലൂയിഡ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് എഡിമ എന്ന് പറയുന്നത്. എഡിമയാണ് ഇതിൻ്റെ ഡ്രൈ ബെറിബറിയിൽ നിന്നും വെറ്റ് ബെറിബറി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ള കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആംഗസിന് നംനെസ് ഒന്ന്, കൂടുതലും കാലിനും കൈക്കുമാണ്. ലിംസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ബെറിബറി. നംനെസ് ഇൻ ദ ആംഗസ്, ടെൻഡർനെസ് ഇൻ ദ കാഫ് മസിൽസ്. അവിടെ ഇതിലൊക്കെ മസിൽസിന് ഭയങ്കരമായിട്ടുള്ള ടെൻഡർനെസ് അഫക്റ്റ് ചെയ്യുന്നു. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഡ്യൂറിങ് ഫിസിക്കൽ ആക്ടിവിറ്റി, പെട്ടെന്ന് കിതയ്ക്കുന്നു, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ് നടക്കാതെ വരുന്നു. അതിലുള്ള അക്യൂട്ട് ഫോമിൽ എഡീമ കാണപ്പെടുന്നു. എഡീമയാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഡ്രൈ ബെറിബറിയിൽ നിന്നും. ഡ്രൈ ബെറിബറി നോക്കുമ്പോൾ നമുക്കറിയാം there is a gradual degeneration of the long nerves, first of the lungs and then of the arms, with associated atrophy of muscles and loss of reflexes. റിഫ്ലെക്സസ് നമുക്ക് തൊട്ടൊന്നും അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ നെർവ്സ് എന്ത് ചെയ്യുന്നു, വീക്കാവുന്നു, ഡീജനറേറ്റ് ചെയ്യുന്നു. കൂടുതലും ലിംഫിലാണ്, അതായത് കാലിലും കയ്യിലുമാണ് കൂടുതലും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ആംഗേഴ്സിന്, അതായത് കാൽപാദങ്ങൾക്ക് ആംഗേഴ്സിന് നംനെസ് ഫീൽ ചെയ്യുന്നു, കാഫ് മസിൽസിന് ടെൻഡർനെസ് ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്തിനും പറഞ്ഞത്, വെറ്റ് ബെറിബറിക്കും പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ആകെ എഡിമയുടെ പ്രസൻസ് മാത്രമാണ്. ഇൻഫൻറ്റൈൽ ബെറിബറി കുഞ്ഞു കുട്ടികളിലാണ് കാണപ്പെടുന്നത്. 3 to 4 വീക്ക് ആയിട്ടുള്ള കുട്ടികളിലാണ് സാധാരണ കാണപ്പെടുന്നത്. അത് കൂടുതലും ഉണ്ടാകുന്നതിന് റീസൺ അമ്മയ്ക്ക് തൈമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാണ്. അങ്ങനെ തൈമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കുട്ടിക്കും തൈമിൻ പ്രോപ്പറായിട്ട് അവൈലബിൾ അല്ലാതെ ആവുന്നു. ഇങ്ങനെയുള്ള കേസിലാണ് സാധാരണഗതിയിൽ ഇൻഫൻറ്റൈൽ ബെറിബറി ഉണ്ടാകുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബി കോംപ്ലക്സ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുകയാണ്. അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഗ്രീൻ കളർഡ് ഡയറിയ ഉണ്ടാകുന്നു, വിശപ്പ് കുറവായിരുന്നു, എപ്പോഴും കുട്ടി റെസ്റ്റ്ലെസ് ആയിരിക്കും, പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടാകത്തില്ല. അതാണ് അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബ്രീത്ത്ലെസ്നെസ്, പ്രോപ്പറായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ഉണ്ടാകത്തില്ല, റിഫ്ലക്സ് ആക്ഷൻസ് കുറവായിരിക്കും. വിറ്റമിൻ B2, സെക്കൻഡ് വിറ്റമിൻ റൈബോഫ്ലേവിൻ ആണ്, അല്ലെങ്കിൽ വിറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ എന്ന് പറയുന്നു. അപ്പോൾ തൈമിൻ B1, റൈബോഫ്ലേവിൻ ഇസ് എ B2 വിറ്റമിൻ. അത് യെല്ലോ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടാണ്. കമ്പൈൻഡ് ഫോമിലും ഫ്രീ ഫോമിലും കാണപ്പെടാറുണ്ട്. അത് വാട്ടർ സോലുബിളാണ്, തൈമിനേക്കാളും സോലുബിലിറ്റി കുറവാണ്, അൺസ്റ്റേബിളാണ്. എല്ലാ ബി കോംപ്ലക്സ് വിറ്റമിൻസും അൺസ്റ്റേബിളാണ്, പ്രത്യേകിച്ച് ആൽക്കലൈൻ സൊല്യൂഷനിൽ. അതുകൊണ്ടിട്ടാണ് ബേക്കിംഗ് സോഡ റൈബോഫ്ലേവിനെ ഡിസ്ട്രോയ് ചെയ്യും. അതുപോലെ തന്നെ കമ്പയർഡ് ടു അതർ ബി കോംപ്ലക്സ് വിറ്റമിൻസ് ഇത് കുറച്ചും കൂടി സ്റ്റേബിളാണ് തെർമൽ പ്രോസസ്സിങ്ങിൽ. റൈബോഫ്ലേവിൻ ഈസ് സസെപ്റ്റഡ് ടു ഡീഗ്രഡേഷൻ ഓൺ എക്സ്പോഷർ ടു ലൈറ്റ് എക്സ്പോഷറിൽ അത് ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നു. മിക്കവാറും എല്ലാ ബി കോംപ്ലക്സ് വിറ്റമിൻസും ലൈറ്റിൽ ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കറിയാം സാധാരണ ബി കോംപ്ലക്സ് ടാബ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ആംബർ കളേർഡ്, ഒരു ബ്രൗൺ കളേർഡ് ബോട്ടിലാണ്. അതിന് റീസൺ ഇതാണ്, അത് ലൈറ്റുമായിട്ട് എക്സ്പോഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ ഡീജനറേറ്റ് ചെയ്ത് പോകാറുണ്ട്. അതിൻ്റെ റൈബോഫ്ലേവിൻ എന്ന് പറയുന്നതിന്
നോർമൽ സെൽ ഗ്രോത്തിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ നോർമലായിട്ട് സെൽ സിന്തസിസ് എന്ന ഫങ്ഷനാണ് മേജറായിട്ട് റൈബോഫ്ലേവിൻ ഫങ്ഷനായിട്ട് വരുന്നത്. അതേപോലെ ബി കോംപ്ലക്സ് വിറ്റമിൻസിനും അങ്ങനെ തന്നെയാണ്. Functions of riboflavin is a coenzyme which takes part in biological oxidation in cells. സെൽസിലുണ്ടാകുന്ന ബയോളജിക്കൽ ഓക്സിഡേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, സെൽസിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ സെല്ലുലർ ഗ്രോത്ത് ആൻഡ് സെൽ റെസ്പിറേഷൻ. അതും സെൽസിൻ്റെ ഹെൽത്തി മെയിൻ്റനൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ഇറ്റ് ടേക്സ് പാർട്ട് ഇൻ കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ മെറ്റബോളിസം. അതും പറഞ്ഞ് ATP ADP കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് സ്കിൻ മ്യൂക്കസ് മെംബ്രെയിൻ. നമ്മുടെ സ്കിന്നിൻ്റെയും മ്യൂക്കസ് മെംബ്രെയിൻ്റെയും ഒക്കെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുഡ് വിഷൻ ആസ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഒപ്റ്റിക് നെർവ്സ്, കാഴ്ചയെ ഹെൽപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഒപ്റ്റിക് നെർവ്സിൻ്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് വെച്ചാൽ എഗ്ഗ്, സ്കിം മിൽക്ക് പൗഡർ, സെസാം സീഡ്, സീ വീഡ്സ്, ഓർഗൻ മീറ്റ്സ്, ലിവർ. അതുപോലെ തന്നെ ഗുഡ് സോഴ്സസ് ആയിട്ട് വരുന്നത് ലീഫി വെജിറ്റബിൾസ്, ഫിഷ്, നട്ട്സ് ആൻഡ് ഓയിൽസീഡ്സ്, മഷ്റൂംസ്, ഗ്രെയിൻസ്, ലെഗ്യൂംസ്, ചീസ് ആൻഡ് മീറ്റ് ആണ് ഗുഡ് സോഴ്സസ് ആയിട്ട് വരുന്നത്. വിറ്റമിൻ B2ൻ്റെ സോഴ്സസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് ഫ്ലഷി ഫുഡ് ലൈക്ക് ലിവർ, എഗ്, സ്കിം മിൽക്ക് പൗഡർ ആൻഡ് അതർ മിൽക്ക് പ്രോഡക്ട്സ് ആർ റിച്ച് സോഴ്സ് ഓഫ് റൈബോഫ്ലേവിൻ. മീറ്റ്, ഫിഷ്, ലെഗ്യൂംസ്, ഹോൾ ഗ്രെയിൻ സീരിയൽസ്, oilseeds, nuts and leafy vegetables are good sources of riboflavin. Milled cereals, flours, roots and tubers are other vegetable are fair sources. ഇതാണ് B2ൻ്റെ സോഴ്സസ് വരുന്നത്. ദെൻ ഡെഫിഷ്യൻസി, റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് സോർനെസ് ആൻഡ് ബേണിംഗ് ഓഫ് ദ മൗത്ത് ആൻഡ് ടങ്, ലീഷൻസ് അറ്റ് ദ ആംഗിൾസ് ഓഫ് ദ മൗത്ത് കോൾഡ് ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ്. ഇതുണ്ട് സോർനെസ് ആൻഡ് ബേണിംഗ്. ഇതുപോലെ ടീത്തിൽ മത്തിലും കാരണം വായിലൊക്കെ ലീഷൻസ് ഉണ്ടാകുമ്പോഴത്തേന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ തൈര് കുടിക്കാൻ അല്ലെങ്കിൽ ബി കോംപ്ലക്സ് സപ്ലിമെൻറ്റ്സ് കഴിക്കാനായിട്ട്. ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണിത്. സോർനെസ് ആൻഡ് ബേണിംഗ് മൗത്ത്. ദെൻ ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ് ആണ് ആ രണ്ടിൻ്റെയും കൂടി ജോയിനിലുണ്ടാവുന്ന ആ ലീഷൻസിനെയാണ് ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ആൾസേഴ്സ് ഇൻ ലിപ്സ് കോൾഡ് കീലോസിസ്. ഇത് നല്ല പരിചയം ഫെമിലിയർ ആയിരിക്കും ഇതിനെയാണ് കീലോസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാപ്ഡ് ലിപ്സ് വളരെയധികം ഇതുകൊണ്ട് ചാപ്ഡായിട്ട് ഇരിക്കുന്നതിനെയാണ് ചാപ്ഡ് ലിപ്സ് എന്ന് പറയുന്നത്. ഇതാണ് റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസിക്കകത്ത് വരുന്നത്. ദെൻ ഫോട്ടോഫോബിയ, ലാക്രിമേഷൻ, ബേണിംഗ് സെൻസേഷൻ ഓഫ് ദ ഐസ് ആൻഡ് വിഷ്വൽ ഫെറ്റിക് കണ്ണിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഡിക്രീസ്ഡ് മോട്ടോർ കോർഡിനേഷൻ ആൻഡ് നോർമോസൈറ്റിക് അനീമിയ. നമുക്കതിൽ ലാക്രിമേഷൻ നോക്കാം. ലാക്രിമേഷൻ എന്ന് പറയുന്നത് ടിയറിംഗ് ഡിസോർഡറാണ്. എക്സസീവ് ടിയർ ഓർ ഡിഫക്റ്റീവ് ഡ്രെയിനേജ് ഓഫ് ടിയേഴ്സ് മേ കോസ് ക്രോണിക് ഇറിറ്റേഷൻ, സ്വെല്ലിംഗ് ഓഫ് ഐസ്. എപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നു, എന്നിട്ട് കണ്ണ് സ്വെല്ല് ചെയ്യാനുള്ള റീസൺസ് ഉണ്ടാക്കുന്നു, കണ്ണിൽ എപ്പോഴും ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നു. അതാണ് ലാക്രിമേഷൻ എന്ന് പറയുന്നത്. നോർമോസിറ്റിക് അനീമിയ എന്ന് പറയുന്നത് നോർമൽ സൈസ്ഡ് റെഡ് ബ്ലഡ് സെൽസ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ട് കുറവായിരിക്കും. അതാണ് നോമോസിറ്റിക് അനീമിയ എന്ന് പറയുന്നത്. നോമോസിറ്റിക് അനീമിയയ്ക്കും കോസ് ആവുന്നത് ഏതാണ്? റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസിയാണ്. ഇതുണ്ട് നോമോസിറ്റിക് അനീമിയ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ ലാക്രിമേഷൻ, ഫോട്ടോഫോബിയ, വെട്ടത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന ഇറിറ്റേഷൻസിനെയാണ് പറയുന്നത്. ഇതിൽ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും വേർഡ്സ് അറിയാതെയാണെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ദെൻ വിറ്റമിൻ B3 ഓർ നിയാസിൻ ഡെഫിഷ്യൻസി. നിയാസിൻ എന്ന് പറയുന്നത് നിയാസിനമൈഡ് അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്, നിയാസിൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. എല്ലാ സെൽസിലും കാണപ്പെടാറുണ്ട്. തൈമിനും റൈബോഫ്ലേവിനും പോലെ തന്നെ അത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് മെറ്റബോൾസിന് വളരെ ഇൻ്റഗ്രൽ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോഴും കാണാം എല്ലാ ബി കോംപ്ലക്സ് വിറ്റാമിൻസിൻ്റെയും മേജർ ഫംഗ്ഷനിൽ ഒന്ന് വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോൾസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. നിക്കോട്ടിനിക് ആസിഡ് ഈസ് എസെൻഷ്യൽ ഫോർ ദ നോർമൽ ഫംഗ്ഷൻ ഓഫ് ദ സ്കിൻ, ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ആൻഡ് ദ നെർവസ് സിസ്റ്റം. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈസ്റ്റർ, ലിവർ, റൈസ് പോളിഷിങ്, പീനട്ട്, ഹോൾ സീരിയൽസ്, ലെഗ്യൂംസ്, മീറ്റ് ആൻഡ് ഫിഷ് ആർ ഗുഡ് സോഴ്സസ്. നിയാസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ B3 ആണ്. നിക്കോട്ടിനിക് ആസിഡ് നിക്കോട്ടിനമൈഡായിട്ടും കാണപ്പെടുന്നു. ഒരു വാട്ടർ സോലബിൾ വിറ്റമിനാണ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് നിയാസിൻ ത്രൂ ഫുഡ് ബട്ട് ഓൾസോ മേക്ക് സ്മോൾ അമൗണ്ട്സ് ഫ്രം ദ അമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ. ഇത് ഇതുവരെ പഠിപ്പിച്ച ബി കോംപ്ലക്സ് വിറ്റമിൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇത് അമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ, നിങ്ങൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് പറഞ്ഞിട്ടുണ്ട്, ലൈസിൻ, ലൂസിൻ, ഐസോലൂസിൻ എന്ന് പറഞ്ഞ്
നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു എസെൻഷ്യൽ അമിനോ ആസിഡ്സാണ് ട്രിപ്റ്റോഫാൻ. ആ ട്രിപ്റ്റോഫാനിൻ്റെ ഹെൽപ്പോടുകൂടി നിയാസിൻ ചെറിയ തോതിൽ നമ്മുടെ ബോഡിയിൽ സിന്തസിസ് ചെയ്യപ്പെടാറുണ്ട്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഹെൽപ്പ് ചെയ്യുന്നു, നെർവസ് സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നോർമൽ ഫങ്ഷൻ ഓഫ് ദ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, അതാണ് GI ട്രാക്ട്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. It helps to maintain a healthy skin, helps to increase the flow of blood to the peripheral capillary system. ഇതെല്ലാം തന്നെ മറ്റ് ബി കോംപ്ലക്സ് വിറ്റമിൻസിനും പറഞ്ഞതാണ്. ദെൻ ഇതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഡ്രൈഡ് ഈസ്റ്റ്, റൈസ് പോളിഷിങ്, ലിവർ, പോൾട്രി, ഫിഷ്, മീറ്റ്, ഹോൾ ഗ്രെയിൻസ് ആൻഡ് ഫോർട്ടിഫൈഡ് സീരിയൽസ് ആണ്. മിക്കവാറും ബി കോംപ്ലക്സ് വിറ്റമിൻസ് എല്ലാം തന്നെ ഫോർട്ടിഫിക്കേഷൻ നടത്താറുണ്ട്. അതുകൊണ്ട് ഫോർട്ടിഫിക്കേഷൻ അതിൻ്റെ അകത്ത് മെയിൻ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് വരാറുണ്ട്. ഡെഫിഷ്യൻസി, അത് നമ്മൾ മെയിനായിട്ടും അതിൻ്റെ ഡെഫിഷ്യൻസി പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു വേർഡാണ് 3D ഡിസീസ്. അത് തന്നെയാണ് വന്ന് പെലാഗ്ര. പെലാഗ്രയുടെ സിംറ്റം എന്ന് പറഞ്ഞാൽ 3Ds ആണ്: ഡെർമറ്റൈറ്റിസ്, ഡയറിയ ആൻഡ് ഡിമെൻഷ്യ. ഇതാണ് അതിൻ്റെ 3 ഡിസീസ് പറയുന്നത്. ഡെർമറ്റൈറ്റിസ് ഇസ് ഡെർമോളജി അറിയാമല്ലോ, സ്കിൻ റിലേറ്റഡ് ആണ്. അതായത് സ്കിന്നിൽ ലീഷൻസ് ഉണ്ടാവുന്നു, സ്കിന്നിൽ ക്രാക്കിംഗ് ഉണ്ടാവുന്നു, ഡിസ്കളറേഷൻസ് ഉണ്ടാവുന്നു. അതാണ് പദത്തിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഡിസ്കളറേഷൻസും ക്രാക്കിങ്ങും അൾസറേഷനും ഒക്കെ ഉണ്ടാകുന്നതിനാണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഡിമെൻഷ്യ ഇസ് എ ഇമ്പയർമെൻറ്റ് ഇൻ മെമ്മറി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് തിങ്കിങ്. പ്രോപ്പറായിട്ടുള്ള തിങ്കിങ് എബിലിറ്റി അല്ലെങ്കിൽ മെമ്മറൈസേഷൻ ഡിക്രീസ് ചെയ്യുന്നു, ഒരുമാതിരി ഓർമ്മയില്ലായ്മ, ദാറ്റ് ഇസ് ഡിമെൻഷ്യ. ദെൻ ഡയറിയ അറിയാമല്ലോ, ഇൻഡസ്ട്രൈനൽ ട്രാക്ട്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. ഇതുവരെ പഠിച്ച എല്ലാ ബി കോംപ്ലക്സ് വിറ്റമിൻസിനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഡയറിയ ഉണ്ടാകുന്നു. കാരണം ഇൻഡസ്ട്രൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഫ്ലൂയിഡ്സ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടിട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ഫ്ലൂയിഡ് സെക്രീഷൻസ് ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ലൂസി വാട്ടറി സ്റ്റൂൾസ് പോകുന്നു. അതാണ് ഡയറിയ എന്ന് പറയുന്നത്. സോ പെലാഗ്രയാണ് നയാസിൻ ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നത്. അതിനെ 3D ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് അതിൻ്റെ സിംറ്റംസ് വെച്ചാണ് 3Ds എന്ന് പറയുന്നത്: ഡെർമറ്റൈറ്റിസ്, ഡയറിയ ആൻഡ് ഡിമെൻഷ്യ. ഡെർമറ്റൈറ്റിസ് റിലേറ്റഡ് ടു സ്കിൻ, ഡയറിയ is related to gastrointestinal tract disturbances, and dementia is related to memory on thinking capacity, and this is directly related to the healthy nerves functioning. Okay, then next is the pyridoxine or the vitamin B6. Pyridoxine, vitamin B6, almost found in all the food items. It is a water-soluble vitamin. It is significant in protein metabolism, same as the carbohydrate metabolism also. Vitamin B6 helps the body to make antibodies, then maintain normal nerve functioning, make hemoglobin, then break down proteins and keep our glucose level in normal range. Then vitamin B6 in the form of pyridoxal phosphate functions as coenzyme in many biological functions. It is involved in the conversion of amino acid tryptophan to niacin. Tryptophan and niacin ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരെണ്ണമാണ് pyridoxine, and release the glycogen from liver and muscles. Glycogen is the storage form of glucose, and this helps in the release of glycogen from liver and muscles. Then rich in vitamin B6 rich ആയിട്ടുള്ളത് pulses, whole grain cereals എന്ന് തന്നെ എഴുതാണ്. Just not cereals, this is the whole grain cereals. So these are the good sources of vitamin B6. Then vitamin B6 deficiency, abnormalities in protein metabolism പറഞ്ഞു കഴിഞ്ഞാണ്, റെപ്പറ്റീഷൻ ആവശ്യമില്ലെന്ന് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഇമ്പയർ ചെയ്യുന്നു. സിവിയർ ഡെഫിഷ്യൻസി ലീഡ്സ് ടു മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്, നെർവസ്നെസ്, ഇറിറ്റബിലിറ്റി, ഇൻസോംനിയ, ഉറക്കമില്ലായ്മ ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ വർക്കിംഗ് പ്രിഡോമിനൻറ്റ്, നടക്കുന്നതിനുള്ള ഡിഫിക്കൽറ്റീസ് ഉണ്ടാകുന്നു. സ്കിൻ ഡിസോർഡേഴ്സ്, ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നു, ഗ്ലോസിസ്, ചുണ്ട് വിണ്ടുകയെന്ന് മുമ്പേ പറഞ്ഞ സാധനങ്ങൾ, ഫിഷേഴ്സ് ആൻഡ് ക്രാക്സ് ഇൻ ദ ആംഗിൾസ് ഓഫ് ദ ആംഗുലർ സ്റ്റെമറ്റൈറ്റിസ്, അബ്നോർമൽ ബിഹേവിയർ, അതായത് മെമ്മറി, തിങ്കിങ് പ്രോബ്ലംസ് ഉണ്ടാകുന്നു, ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി, കൺഫ്യൂഷൻ, ഹെഡേക്ക് ആൻഡ് ഇൻസോംനിയ. ഇത്രയുമാണ് B6 ഡെഫിഷ്യൻസി ആയിട്ടുണ്ടാകുന്നത്. ഇനി അതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ എന്താണെന്ന് നോക്കാം. Hypochromic means that the red blood cells have less hemoglobin than normal. Hypo lesser chromic കളറ് കുറവുള്ള
റെഡ് ബ്ലഡ് സെൽസ് RBC ആണ് പറയുന്നത്. അതിന് റീസൺ എന്ന് പറയുന്നത് RBCയിൽ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറയുക. അതുകൊണ്ടിട്ട് അങ്ങനെ ഹീമോഗ്ലോബിനാണ് റെഡ് കളർ കൊടുക്കുന്ന വസ്തു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, പെയിലറായിട്ട് RBC തീരുന്നു. മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റെഡ് ബ്ലഡ് സെൽസിന് നോർമൽ സൈസ് ഉണ്ടാവാറില്ല. നോർമൽ സൈസിലും ചെറിയ സൈസിലായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ടിട്ടാണ് അതിനെ ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ബോഡിയിൽ കാണപ്പെടുന്ന റെഡ് ബ്ലഡ് സെൽസിന് നിറം കുറവായിരിക്കുകയും ചെയ്യും, വലിപ്പം കുറവായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷന് ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. ദ നെയിം ഈസ് സെൽഫ് ക്ലിയർ ദ ടൈപ്പ് ഓഫ് RBCs. ഹൈപ്പോ മീൻസ് reduced, chrome means color, reduced color, that is hypochromic. Micro means small, cyte means cell, so lesser size of the cells, that is microcytic. This is hypochromic microcytic anemia. Then folic acid or the B9 vitamin. Vitamin B9 is also folate or folic acid. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അനീമിയ പ്രിവെൻഷന് അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഫോളിക് ആസിഡ് തന്നെയാണ് ഈ ഫോളിക് ആസിഡ്, വിറ്റമിൻ B9 ഓർ ദ ഫോളൈറ്റ് ഓർ ദ ഫോളിക് ആസിഡ്. നമ്മുടെ B കോംപ്ലക്സ് വിറ്റമിൻ 8 വിറ്റമിൻസിൽ ഒരെണ്ണമാണിത്. കാർബോഹൈഡ്രേറ്റ് സാധാരണ എല്ലാ B കോംപ്ലക്സിന് പറഞ്ഞിരിക്കുന്നതിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, പ്രോട്ടീൻ മെറ്റബോളിസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ഫോളിയം എന്ന വാക്കിൽ നിന്നാണ് ഇതിന് ഫോളിക് ആസിഡ് എന്ന നെയിം വന്നിരിക്കുന്നത്. അതിന് തന്നെ നമുക്ക് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാം. ഫോളിയം മീൻസ് ലീഫ് എന്നാണ്. അതുകൊണ്ടൊരു കൂടുതലും ലീഫി വെജിറ്റബിൾസിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇത് ആദ്യമേ എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തത് ലീഫി വെജിറ്റബിളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടിട്ട് അതിൻ്റെ മേജർ ഡയറ്ററി സോഴ്സ് എന്ന് പറയുന്നതും ലീഫി വെജിറ്റബിൾസ് തന്നെയായിരിക്കും. ഇത് ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, കിഡ്നി, ലിവർ, ഓർഗൻ മീൽസ്, അതുപോലെ തന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അതിൻ്റെ മെയിൻ സോഴ്സ് ആയിട്ട് വരുന്നത്. വിറ്റമിൻ B9 ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഹെൽത്തി ബ്ലഡ് സെൽസ് ഫോം ചെയ്യുക, ഫീറ്റസ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുക, DNA ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുക, നമ്മളെ ഓവറോളായിട്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റ് മെറ്റബോളിസിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മളെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് എഫക്ട്സ് ഓഫ് ഡെഫിഷ്യൻസി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്. ഇമ്മച്വർ RBC സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് മെഗാലോബ്ലാസ്റ്റ് സെൽസ് ആണ്. അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് അതിൻ്റെ ഇമ്മച്വറായിട്ടുള്ള സെൽ ഡെവലപ്മെൻറ്റ് ആയതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കാണത്തില്ല. അതിന് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ റിസൾട്ട് ചെയ്യുന്നു. ദെൻ പ്രഗ്നൻസി ടൈമിൽ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അത് ന്യൂറൽ ട്യൂബ് ഡിസോർഡേഴ്സിന് ഫീറ്റസിന് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യാനുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ എബിലിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്നു. ഇനി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്താണെന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പേ പറഞ്ഞതും എല്ലാം അത് തന്നെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയക്കകത്ത് നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ അകത്ത് പറഞ്ഞത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ കളർ ഇല്ലാതിരിക്കുകയും സൈസ് ചെറുതായിരിക്കുകയും പറഞ്ഞത്. പക്ഷേ മെഗാലോബ്ലാസ്റ്റിക് അനീമിയക്കകത്ത് വരുന്ന കണ്ടീഷനിൽ ബോൺ മാരോയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ബോൺ മാരോയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന RBC സാധാരണഗതിയിൽ വലുതും അതുപോലെ തന്നെ അബ്നോർമൽ സ്ട്രക്ചർ ഉള്ളതുമായിരിക്കും. അതിന് അബ്നോർമാലിറ്റി പലതരത്തിലുണ്ടാവാം. ചിലത് ഇമ്മാച്ചുവർ ആയിരിക്കാം, ചിലതിൻ്റെ ഷേപ്പിന് ഡിഫറൻസ് ഉണ്ടാവാം. അതാണ് സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇമ്മച്വർ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസിനെയാണ് മെഗാലോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മച്വർ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് കംപ്ലീറ്റ്ലി മച്വർ ആവാതെ ബോൺ മാരോയിൽ നിന്ന് റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതിന് റീസൺ ഫോളിക് ആസിഡിൻ്റെ അല്ലെങ്കിൽ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഫോളിക് ആസിഡ് B9 വിറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയുടെ കാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സാധാരണയിൽ നിന്നും നമ്മൾ മൈക്രോസൈറ്റിക് പറഞ്ഞു, ഇതിൻ്റെ ഓപ്പോസിറ്റാണിത്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ സാധാരണയിൽ നിന്നും റെഡ് ബ്ലഡ് സെൽസിൻ്റെ വലിപ്പം വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മൈക്രോസൈറ്റിക് അനീമിയക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇളവ് ചെറുതായിരിക്കും. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ് രാജർ ദാൻ ദ നോർമലായിരിക്കും. അതുപോലെ തന്നെ വിറ്റമിൻ B12 ഫോളേറ്റ് ഡെഫിഷ്യൻസി അനീമിയ മാക്രോസൈറ്റിക്, മൈക്രോ മീൻസ് ചെറുത്, മൈക്രോ മീൻസ് വലുത്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിസ്റ്റ് വലുതായിരിക്കും. സെയിം തിങ് ആണ് മെഗാളോബ്ലാസ്റ്റിക്, വലിയ ലാർജായിട്ട് RBC ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെ മാക്രോസൈറ്റിക്, അതായത് സെൽസ് RBCs എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണയിൽ നിന്ന് വലുതായിരിക്കും. അതുകൊണ്ട് അതിനെ മാക്രോസൈറ്റിക്. മറ്റേത് മുൻപേ പറഞ്ഞത് മൈക്രോസൈറ്റിക് ആണ്, ഇത് മാക്രോസൈറ്റിക് ആണ്. ദെൻ ബോൺ മാരോ എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള സ്പോഞ്ചി മെറ്റീരിയലാണ്, നമ്മുടെ ബോൺസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന സാധനമാണ് ബോൺ മാരോ എന്ന് പറയുന്നത്. അതാണ് കൂടുതലായിട്ടും ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാവിധ റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും ആൻഡ് പ്ലേറ്റ്ലെറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൺ മാരോയിൽ നിന്നാണ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇമ്മച്യൂർ ആയിട്ടുള്ള സ്ട്രക്ചറലി കംപ്ലീറ്റ് അല്ലാത്ത ലാർജർ സൈസിലുള്ള RBC പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറവായിരിക്കും. അങ്ങനെ അനീമിയ ഫോം ചെയ്യുന്നു. അങ്ങനെയുള്ള അനീമിയക്കാണ് മെഗാളോബ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. അത് ബോത്ത് വിറ്റമിൻ B12 ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. സൈനോകോബാലാമൈനാണ് വിറ്റമിൻ B12 എന്നറിയപ്പെടുന്നത്. ഒരു സ്ലൈഡ് ഇതിനായിട്ട് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബുക്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും വിറ്റമിൻ B12 ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയുടെ കൂടെ വരുന്നതായതുകൊണ്ടാണ് B12 കുറിച്ച് ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ അറിയപ്പെടുന്നത് സൈനോകോബാലാമൈൻ എന്നാണ്. മറ്റുള്ളത് പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു വാട്ടർ സോലുബിൾ വിറ്റമിൻസ് ആണ്. ഇത് റെഡ് ബ്ലഡ് സെൽസിൻ്റെയും DNA പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. മിക്കവാറും എല്ലാ ഫുഡ്സിലും ബാക്കിയുള്ള വിറ്റമിൻസ് കാണപ്പെടുന്ന പോലെ തന്നെയുള്ള ഫുഡ്സിലാണ് ഇതും കാണപ്പെടുന്നത്. ഇതോടുകൂടി നമ്മുടെ B കോംപ്ലക്സ് വിറ്റമിൻസ് തീരുന്നു. നെക്സ്റ്റ് നമുക്ക് വിറ്റമിൻ C ആണ് എടുക്കാനുള്ളത്. അതൊരു ചെറിയ പോർഷനാണ്. ഇത് ഇച്ചിരി ലാർജർ പോർഷനാണെന്ന് എനിക്കറിയാം. എനിവേ ശ്രദ്ധിച്ച് വായിക്കുക. ഇംഗ്ലീഷ് വേർഷൻ അതിൻ്റെ സ്ലൈഡ്സ് നിങ്ങൾക്ക് നോക്കിയെന്നാൽ അറിയാം. മലയാളം എക്സ്പ്ലനേഷൻ എനിക്ക് കഴിവതും മലയാളത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദ വീഡിയോ. ഇത് വീഡിയോ ആയിട്ടിടുന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാം. ഇതിൻ്റെ തേതിനെങ്കിലും എക്സ്പ്ലനേഷൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതിന് പ്രോപ്പറായ എക്സ്പ്ലനേഷൻ പേഴ്സണലി തരുന്നതായിരിക്കും. എനിവേ താങ്ക് യു. നന്നായിട്ട് പഠിക്കുക. ഇത് കഴിയുമ്പോഴത്തേനും ഒരു എക്സാം ഉണ്ടാകുന്നതായിരിക്കും.